ഇതെന്താ ലിറ്റിയെ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ എന്ന് ചോദിച്ചാൽ പുതിയ പടനൊന്നും അല്ല കേട്ടോ. ചിലർക്കൊക്കെ എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ചിലർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു ഇതാരാണ് കക്ഷി എന്ന്. ഇതാണ് എൻ്റെ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും വഴിയെ പോകുന്നവരും കൊച്ചു പിള്ളേരും വരെ കയറി ലിജോപ്പ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന എൻ്റെ സ്വന്തം ലിജോ. അതായത് എൻ്റെ കൂടെപ്പിറപ്പ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പിറന്നവൻ. ഇനിയും ക്ലിയർ ആയില്ല, എൻ്റെ ഇരട്ട. ഞങ്ങളെ കണ്ട പരട്ടകൾ പോലെ ഇരിക്കുമെങ്കിലും ബേസിക്കലി ഞങ്ങൾ ഇരട്ടകളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ബോണ്ടിങ് ആണ് ദൈവനുമായിട്ടുള്ളത് കേട്ടോ. കാരണം സാധാരണ എല്ലാവരുടെയും ബോണ്ടിങ് ജനിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മയുടെ ഗർഭപാത്രം തൊട്ടാണല്ലോ. അവിടം തൊട്ട് ഞങ്ങൾ ജനിച്ചു വീണ പാലാ മരിയൻ ഹോസ്പിറ്റലിൽ തുടങ്ങി ഞങ്ങളുടെ ബോണ്ടിങ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഇത്ര സ്നേഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അടിയായിരുന്നു. പക്ഷേ ഞാനൊന്ന് മൂഡ് ഓഫ് ആയാൽ എനിക്കൊരു വിഷമം വന്നാൽ എന്നാ പറ്റിയടി എന്ന് ചോദിക്കാൻ അവൻ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഞാൻ ജോലി കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് വന്നപ്പോഴും എടി നിനക്ക് വല്ല സഹായവും വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം നേരെ അടുക്കളയിലോട്ട് വന്ന് സഹായിക്കാൻ കൂടിയത്. അതാണ് കെട്ടിയവനും ആങ്ങളെയും തമ്മിലുള്ള വ്യത്യാസം. ഇതെന്താലിറ്റിയെ അതിനിടെ കെട്ടിയവനോട്ടൊരു കുത്തെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മോനെ ഈ അടുക്കള ഭാഗത്ത് ആരെങ്കിലും കണ്ടോ കവടി വെച്ച് നിരത്തി നോക്കിയാലും ജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആങ്ങളെ കെട്ടിയവനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചു ഞങ്ങൾ ആ അടുക്കളയിൽ കിടന്ന് പണിതിട്ട് ആ വഴിക്കൂടെ പോലും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളി പറയുക ഓ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും മിണ്ടിയും പറഞ്ഞും പണി ചെയ്യുന്നിടത്ത് ഞാനിപ്പോൾ എന്നാ ചെയ്യാനാന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഓ നമുക്ക് മിണ്ടാനും പറയാനും അവസരം തന്ന ജസ്റ്റിമോന് ഞങ്ങളുടെയും കേരള ഫയർഫോഴ്സിൻ്റെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാതെ ഇപ്പം എന്നാ പറയാനാ അല്ലേ? ഇത്രയും വിശാല മനസ്കനായ ഒരു ആശാൻ. ഇനിയിപ്പോൾ ലിജോപ്പൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പി കണ്ടിട്ട് ആരും നെറ്റി ചൊളിക്കണ്ട, ഒന്നും പേടിക്കാനില്ല, 0 ആൽക്കഹോളാണ്. ഞാൻ സത്യം പറഞ്ഞുകൊണ്ടല്ലോ എന്തോ മധുരമുള്ള വൈനാന്ന് കരുതി വാങ്ങിച്ചാൽ വായി വെക്കാൻ കൊള്ളുകയെന്ന് പിന്നെ മനസ്സിലായത് അത് 0 ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും പിടിച്ചു. അങ്ങനെ ഒരു കുപ്പി കാണിച്ച് വ്യാമോഹിപ്പിച്ചതിൻ്റെ സങ്കടം പച്ചക്കറികൾ അറഞ്ചും പുറഞ്ഞും വെട്ടിയെറിഞ്ഞ് ലിജോ ആ വിഷമം അങ്ങ് തീർത്തു. ഇതിപ്പോൾ കൊറോണ കുടിച്ചത് ലിജോയാണേലും കൊറോണ പിടിച്ച പോലെ ഇരിക്കുന്നത് ഞാനല്ലേ. ജോലി കഴിഞ്ഞ് വന്നോണ്ടേ ബാറ്ററിയുടെ ചാർജൊക്കെ തീരാറായി, അതാ കേട്ടോ. അപ്പം ശരി എന്ന് പോയേച്ചും വരാം.